ജോസ് കെ മാണിയും മാണി കോൺഗ്രസും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി വിട്ട് വലതുമുന്നണിയിലെത്തും. ഈ ക്യാമ്പയിൻ നടത്തുന്നത് UDFിലെ ചില പ്രമുഖ രാഷ്ട്രീയ കക്ഷികളാണ്. കോൺഗ്രസിന്റെ UDFിന്റെ ചെയർമാൻ സ്ഥാനത്തുള്ള കൺവീനർ സ്ഥാനത്തുള്ള അടൂർ പ്രകാശ് MP ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇത് പറഞ്ഞ് നടക്കുന്നതും പറഞ്ഞു പരത്തുന്നതും. ഞാനൊരിക്കൽ കഴിഞ്ഞ തവണ, അതായത് കോട്ടയത്ത് കേരള കോൺഗ്രസിന്റെ യോഗം നടന്നപ്പോൾ ഞാൻ വാർത്ത ചെയ്തിരുന്നു. അങ്ങനെ ഓർമ്മയുണ്ട്. അന്ന് ഒറ്റപ്പെട്ടു പോയത് ജോസ് കെ മാണിയും അതുപോലെ തന്നെ റോഷി അഗസ്റ്റിനുമാണ്. ജോസ് കെ മാണിക്കും റോഷി അഗസ്റ്റിനും ഇടതുമുന്നണിയിൽ നിന്ന് മാറി മറ്റൊരു ചിന്തയേ ഇല്ല എന്നത് പച്ച പരമാർത്ഥമാണ്. ജോസ് കെ മാണി അതുകൊണ്ടാണ് ഫേസ്ബുക്കിൽ കുറിച്ചത്, അങ്ങനെ ആരെങ്കിലും വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങ് വാങ്ങി വെച്ചേരെ, ആ വെള്ളം തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾ മുന്നണി മാറുന്നില്ല എന്ന് ജോസ് കെ മാണി കട്ടായം പറഞ്ഞത്. ചില ആളുകൾ കുതന്ത്രം മെനഞ്ഞ് ജോസ് കെ മാണിക്ക് ഒപ്പം നിൽക്കുന്ന ഈ സ്വന്തം കാര്യം നടക്കാതെ പോയ ചഴിക്കാടനെ പോലുള്ള ആളുകളുണ്ടല്ലോ, അവരെയൊക്കെ മുഖ്യമന്ത്രി അന്ന് നവകേരള സദസ്സിനിടയിൽ വെച്ച് അപമാനിച്ചു എന്നൊക്കെയുള്ള സങ്കടം സഹിക്കവയാതിരിക്കുന്ന ചില കേരള കോൺഗ്രസ് നേതാക്കളുണ്ട്. അവരെയൊക്കെ ചാക്കിട്ട് പിടിച്ച് ജോസ് കെ മാണിക്കെതിരെയും റോഷി അഗസ്റ്റിനെതിരെയും ഒക്കെ അണിനിരത്താം എന്നൊരു ധാരണയിലായിരുന്നു കോൺഗ്രസിനുള്ളിൽ അടൂർ പ്രകാശും ചില തൊക്കിടി നേതാക്കളുമൊക്കെ, കോട്ടയം കേന്ദ്രീകരിച്ചുള്ള ചില നേതാക്കളും. അപ്പോൾ അവർ കരുതി ഈ കേരള കോൺഗ്രസിനെ പൊളിച്ച് എങ്ങനെയെങ്കിലും UDFിലെത്തിക്കുക. കേരള കോൺഗ്രസിന് ഒരു ബെൽറ്റ് ഉണ്ട്. വോട്ട് ചെയ്യുന്ന ആളുകൾ, കേരള കോൺഗ്രസ് മാണിക്ക് വേണ്ടി പ്രവർത്തിച്ച ആളുകൾ, മാണി കോൺഗ്രസിന് വേണ്ടി വോട്ട് ചെയ്ത പരമ്പരാഗത വോട്ടർമാരും പുതിയ വോട്ടർമാരും അവർക്ക് വന്നു ചേർന്നിട്ടുണ്ട്. അതൊന്നും തള്ളിക്കളയാനോ ആ വാസ്തവങ്ങളെ തിരസ്കരിക്കാനോ നമുക്ക് കഴിയില്ല. മധ്യ തിരുവിതാംകൂറിലും അതുപോലെ തന്നെ മലയോര ക്രൈസ്തവരുടെ ഇടയിലും കേരള കോൺഗ്രസ് എമ്മിന് നല്ല സ്വാധീനമുണ്ടെന്ന് CPM-നും അറിയാം, കോൺഗ്രസിനും അറിയാം. കോൺഗ്രസിന് ഇപ്പോൾ നിലമ്പൂരിൽ കുറച്ച് ക്രൈസ്തവ വോട്ടുകൾ കിട്ടി എന്ന് പറഞ്ഞ് കേരള കോൺഗ്രസ് എമ്മിനുള്ള സ്വാധീനം അവിടെ നഷ്ടപ്പെട്ടു എന്ന് വിലയിരുത്താൻ കഴിയുകയില്ല എന്ന് ജോസ് കെ മാണി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ജോസ് കെ മാണി അതുകൊണ്ടാണ് മലയോര കർഷകരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് അതിന് ശബ്ദമുണ്ടാക്കുന്നത്. അപ്പോൾ മലയോര കർഷകർക്ക് വേണ്ടി ജോസ് കെ മാണി വാദിക്കുമ്പോൾ ഇപ്പുറത്ത് ഇങ്ങേ തലയിൽ UDFിനകത്ത് നിന്ന് ചില ആളുകൾ പറയും, അവിടെ മുന്നണിക്കകത്ത് നിന്ന് സമരം ചെയ്തു തുടങ്ങിയ ജോസ് കെ മാണി ഉടനെ തന്നെ ആ മുന്നണി വിട്ട് UDFിലേക്ക് വരികയും UDFിന് ശക്തി പകരുകയും ചെയ്യുമെന്ന് ഒരു കിനാവ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴാണ് ജോസ് കെ മാണി പറഞ്ഞത്, അത് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടാണ്. മലയോര ക്രൈസ്തവർക്കും കർഷകർക്കും അവരുടെ തൊഴിൽ, അവരുടെ ജീവിതം, അവരുടെ ജീവനോപാധി ഇതൊക്കെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾക്ക് കൂടിയുണ്ട്. അതുകൊണ്ട് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ എപ്പോഴും പൊരുതിക്കൊണ്ടേയിരിക്കും. അവർ ഞങ്ങളുടെ ശക്തിയാണ്, ശക്തി ദുർഗമാണ്. അതുകൊണ്ട് അവർക്ക് വേണ്ടി ഞങ്ങൾ പോരാടും. അത് മുന്നണിക്കെതിരെയുള്ള പോരാട്ടമല്ല, മുന്നണി ഒരുമിച്ച് നിന്ന് പോരാടുന്നതാണ്. അവർക്കുള്ള അവകാശങ്ങൾ എവിടെ നിന്നാണോ കിട്ടേണ്ടത് അത് വാങ്ങിയെടുക്കാൻ വേണ്ടി ഞങ്ങൾ പോരാടും എന്ന് ജോസ് കെ മാണി തറപ്പിച്ചു പറയുന്നു. ആ പോരാട്ടം കണ്ടിട്ട് ഞങ്ങൾ മുന്നണി വിരുദ്ധരാണ് എന്ന് ആരെങ്കിലും കഥ ഇറക്കിയാൽ അത് രാഷ്ട്രീയ പാപ്പരത്തമാണെന്നും ജോസ് കെ മാണി പറഞ്ഞു വെക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ജോസ് കെ മാണിയും ഇപ്പോൾ മന്ത്രിയായിട്ടുള്ള റോഷി അഗസ്റ്റിനും ഇടതുമുന്നണിക്കൊപ്പം തന്നെയാണ്, അതിനകത്ത് തർക്കമില്ല. പക്ഷേ ഈ പിന്നിൽ നിൽക്കുന്ന ചില മൂരാച്ചി കേരള കോൺഗ്രസ്സുകാരുണ്ടല്ലോ, എംകാർ, അവരെ ചാക്കിട്ട് പിടിച്ച് ജോസ് കെ മാണിക്കും റോഷി അഗസ്റ്റിനുമെതിരെ പടയൊരുക്കം നടത്താൻ UDFിലെ ചില ആളുകൾ ചെയ്യുന്ന കുതന്ത്രങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ജോസ് കെ മാണി ഇത്തരമൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതെന്ന് നമുക്ക് അനുമാനിക്കാം. ഏതായാലും ഇനിയും ഉണ്ട് കാലം. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇടതുമുന്നണിക്ക് ശക്തി പകർന്ന് ഇടതുമുന്നണിക്ക് വീണ്ടും മൂന്നാമതൊരിക്കൽ കൂടി അധികാരം കിട്ടുന്ന തരത്തിൽ പ്രവർത്തിക്കുമെന്ന് ജോസ് കെ മാണി വ്യക്തമാക്കുമ്പോഴും ജോസ് കെ മാണി മുമ്പ് കേരള കോൺഗ്രസ് മാറി നിൽക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. ജോസഫ് UDFിലാണെങ്കിൽ പിറ്റേ വർഷം LDFിലാണെങ്കിൽ പിറ്റേ വർഷം UDFിൽ, അങ്ങനെ മാറി പോകുന്ന അവസ്ഥ. അതുപോലെ ജോസ് കെ മാണിയെ ചാക്കിട്ട് പിടിച്ച് UDFിലേക്ക് കൊണ്ടുവരാനുള്ള തീവ്രശ്രമം ഒരിടത്ത് നടക്കുന്നുണ്ട് എന്നത് വാസ്തവമാണ്. അതുകൊണ്ടാണല്ലോ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് ജോസ് കെ മാണിക്ക് എഴുതേണ്ടി വന്നത്. അപ്പോൾ ആ വിജയം ആരുടെ വിജയം? ഇങ്ങനെ ജോസ് കെ മാണിയെ ഒപ്പം കൂട്ടാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന UDFുകാർക്ക് വിജയിക്കുകയാണെങ്കിൽ ജോസ് കെ മാണി മുന്നണി മാറേണ്ടി വരും. എത്ര വലിയ വാഗ്ദാനങ്ങൾ! കുഞ്ഞാലിക്കുട്ടി കൊടുത്തിരിക്കുന്ന വാഗ്ദാനം പാലാ മാണി C കാപ്പൻ എടുത്തോട്ടെ, അതിന് പകരം മലപ്പുറത്ത് വിജയമുറപ്പുള്ള ഒരു സീറ്റ് നിങ്ങൾക്ക് തരാം, ഇന്ന് പോന്നോളി എന്നാണ് പറഞ്ഞേക്കുന്നത്. അതിനൊന്നും യെസ് പറയാതെ നോ പറഞ്ഞു നിൽക്കുന്ന ജോസ് കെ മാണി ഇടതുമുന്നണിക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഏതായാലും 2 ഇലക്ഷൻ വരുന്നുണ്ട്. ഒന്ന് പഞ്ചായത്ത് ഇലക്ഷനിൽ കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ട് സമ്മർദ്ദ തന്ത്രം ഒരുക്കുമെന്നൊക്കെ ജോസ് കെ മാണി പറയുന്നുണ്ട്. പക്ഷേ എത്ര സീറ്റ് കൊടുക്കും, എവിടെയൊക്കെ ജോസ് കെ മാണിയുടെ പാർട്ടി മത്സരിക്കുമെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. അധിക ദിവസമില്ലല്ലോ. അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് പഞ്ചായത്തിൽ അർഹിക്കുന്ന പരിഗണന ലഭിച്ചില്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എവിടെ നിൽക്കുമെന്നും നമുക്ക് ഒന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും, കുറച്ച് കാത്തിരിക്കേണ്ടി വരും.